സെമി ഡ്രസ് സിൽക്ക് സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നുണ്ട്. നല്ലൊരു ഓഫ് ക്രീം ഷെയ്ഡിൽ വരുന്ന ഒരു പേൾ വൈറ്റ് ടോണിൽ വരുന്ന സെമി ഡ്രസ് സിൽക്കിൽ ഫുൾ ബോഡിയിലും പേൾ വൈറ്റിൽ തന്നെ ആയിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്കും ഓൾമോസ്റ്റ് കളർ കോമ്പിനേഷൻ എല്ലാം ഓഫ് ക്രീം തന്നെ ആയിരിക്കും ബോഡി കളർ വരുന്നത്. എല്ലാ സാരീസും നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. വെബ്സൈറ്റ് ത്രൂ അവൈലബിൾ ആയിരിക്കും. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് ആണ്. എക്സ്ട്രാ കൊറിയർ ചാർജോ ഹിഡൻ ചാർജസോ ഒന്നും തന്നെയില്ല. വീഡിയോയിൽ കാണുന്ന പ്രൈസിലായിരിക്കും കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കിട്ടുക. ഇന്റർനാഷണൽ ഷിപ്പിങ്ങിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ ഓഫ് ക്രീം സെമി ഡ്രസ് സിൽക്ക് കളക്ഷൻസിൽ ഫസ്റ്റ് സാരി വരുന്നത് ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന ടൈപ്പിലായിരിക്കും. ഇതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു പാറ്റേണിലാണ്. ഓഫ് ക്രീം ആയിരിക്കും ബോഡി വരുന്നത്. ഓഫ് വൈറ്റിലാണ് ത്രെഡ് വർക്ക് വരുന്ന സാരിക്ക്. ഞാൻ സാരിയുടെ ഡീറ്റെയിലിംഗ് കാണിക്കാം. ഒരു സെമി ഡ്രസ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നും, പക്ഷേ അത് ഫ്ലാഷി അല്ല സാരി കേട്ടോ. മാറ്റ് ഫീലിൽ വരുന്ന നല്ലൊരു ഫാബ്രിക്കാണ് സാരി. കണ്ടോ, ഇതിന് പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. എംബ്രോയിഡറി വർക്ക് വരുന്നത് കംപ്ലീറ്റ് ഓഫ് വൈറ്റിലാണ്. ഫ്ലോറൽ ജാൽ ഡിസൈനിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് പ്രിൻ്റ് അല്ല കേട്ടോ, ഫുൾ വർക്കാണ്. വർക്കിൻ്റെ റിവേഴ്സ് സൈഡ് ഇങ്ങനെയാണ് വരിക. ഇത് ബാക്ക് സൈഡ് ആട്ടോ. സാരിയുടെ കറക്റ്റ് സൈഡ് ഇതാണ്. സാരിയുടെ നല്ല വശം ഇതാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ചത് ബാക്ക് സൈഡായിരുന്നു. ഇതാണ് സാരിയുടെ ബാക്ക് സൈഡ് വരുന്നത്. ഫുൾ ഈ ഒരു പാറ്റേണിൽ ഒരു ജാൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഒരു എംബോസ്ഡ് പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരും സാരിയിൽ. ഇത് മുന്താണിയാണ്. ഇതിൽ ഓരോ ഫ്ലോറൽ മോട്ടീവ്സ് ഉണ്ടല്ലോ, അതേ പാറ്റേണിലായിരിക്കും മോട്ടീവ്സിലായിരിക്കും ബോഡിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ വർക്ക് വരുന്നത്. കൂടാതെ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ബോർഡറിലും ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. ഇങ്ങനെയാട്ടോ ബോർഡർ വരുന്നത് സാരിക്ക്. ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ മോഡലുള്ള ത്രെഡ് വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയലിൻ്റെ സ്ലീവിലും ഇതേ വർക്ക് തന്നെയായിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവിലും വരുന്നത്. ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിൽ ഇതേ പാറ്റേണിലുള്ള ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആട്ടോ. നമുക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കും യങ്സ്റ്റേഴ്സിനെല്ലാം ഒരേപോലെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗൻറ്റ് സാരീസാണ് വരുന്നത്. അടുത്ത സാരിയിലും ഓഫ് വൈറ്റിൽ തന്നെ എനിക്ക് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ. നമ്മളൊരു ഫെസ്റ്റീവ് മൂഡിലായതുകൊണ്ടാണ് ഈ ടൈപ്പ് സാരീസ് വരുന്നത്. നമ്മൾ ഈസ്റ്ററും വിഷു എല്ലാം അടുത്ത് വരില്ലേ, അപ്പോൾ അതിനെല്ലാം നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. നമുക്ക് ചേർച്ച് വെയർ ആയിട്ടും വിഷുവിനും എല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസാണ്. ഓഫ് ക്രീമിൽ ഓഫ് വൈറ്റിൽ തന്നെ ഇതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ കേട്ടോ. ഇത് മുന്താണിയാണ്. മുന്താണിയിൽ കണ്ടോ ഇങ്ങനെ ഒരു മോട്ടീവ്സാണ് വരുന്നത്. ത്രെഡ് വർക്കിലുള്ള ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. അതിന് രണ്ട് സൈസിൽ വരുന്നുണ്ട്. മിനിയേച്ചർ മോട്ടീവ്സും വരുന്നുണ്ട്, നല്ലൊരു ബിഗർ സൈസിലുള്ള മോട്ടീവ്സും വരുന്നുണ്ട്. ഫുൾ സാരി. എല്ലാ സാരീസിൻ്റെയും ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ഒരു 1.5 ഇഞ്ച് പാറ്റേൺ വിട്ടിലായിരിക്കും സാരിക്ക് ബോർഡറിൽ വർക്ക് വരുന്നത്. ഇതേ വർക്ക് തന്നെയായിരിക്കും ഇങ്ങോട്ട് ബ്ലൗസിലും വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. മുന്താനിയുടെ ലോങ് ഷോട്ട് ഇങ്ങനെ വരും കേട്ടോ. ഫുൾ ത്രെഡ് വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ല് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ റണ്ണിങ് ബ്ലൗസ് വരുന്നത് സെയിം ടോണിൽ തന്നെ ഇതേ ചെയിൻ സ്റ്റിച്ച് പാറ്റേണുള്ള ബോർഡറിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുമ്പോൾ തേർഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. തേർഡ് ഡിസൈനിൽ വരുന്ന എംബ്രോയിഡറി വർക്കാണ്. ഇത് നല്ലൊരു പാറ്റേൺ കേട്ടോ. ഒരു കാശ്മീരി ത്രെഡ് വർക്കിനോട് സിമിലർ ആണ് എല്ലാ സാരീസിലും വർക്ക് വരുന്നത്. നല്ല പാറ്റേൺ ആണ് ഓരോ സാരിയിൽ. ഇതിൻ്റെ മുന്താണി കണ്ടോ, ഇതായിരിക്കും മുന്താണിയിൽ വരുന്ന വർക്ക്. ഈ ഒരു പാറ്റേൺ ഒരു പേസ്ലി മോട്ടീവ്സ്, പേസ്ലി ഡിസൈൻസും ഇതിലായിരിക്കും ഓഫ് വൈറ്റിലുള്ള എംബ്രോയിഡറി വർക്ക് വരിക. ബോഡിയിൽ മോട്ടീവ്സ് വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും മോട്ടീവ്സ് വരിക. ബോർഡറുണ്ട്. ബോർഡറിലുള്ള ത്രെഡ് വർക്ക് ഇതായിരിക്കും വർക്ക് വരിക. സാരിയുടെ ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേൺ വരും. നല്ലൊരു പേൾ വൈറ്റ് ആണ്, ഒരു പേൾ ക്രീമാണ് സാരിയുടെ കളർ വരുന്നത്. അതിൽ ഓഫ് വൈറ്റ് ത്രെഡ് വെച്ചിട്ടായിരിക്കും ത്രൂ ഔട്ട് ദ ബോഡിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. പല്ലുവിൻ്റെ ലോങ് ഷോട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ഫുള്ളൊരു ഗോബി ഡിസൈൻ എന്ന് പറയാം. ഗോബിയുടെ പാറ്റേൺ വന്നിട്ട് അതിലാണ് പേസ്ലി മോട്ടീവ്സിലുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ ബോഡി പ്ലെയിനും വിത്ത് ബോർഡർ ആയിരിക്കും. ത്രെഡ് വർക്കിലുള്ള ബോർഡർ ആയിരിക്കും ബ്ലൗസിന് സ്ലീവിൽ വരിക. ഓഫ് ക്രീമിൽ സെമി ഡ്രസ് സിൽക്കിൽ അടുത്ത എംബ്രോയിഡറി വർക്കിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ കേട്ടോ. ഇത് നല്ലൊരു പാറ്റേൺ. ഇതായിരിക്കും മുന്താണിയിൽ ഫുൾ ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. മുന്താണിയിൽ ഒരു 1/2 മീറ്ററിൽ ഇങ്ങനെയായിരിക്കും മോട്ടീവ്സ് വരുന്നത്. അതിനുശേഷം പല്ലുവിൽ കണ്ടോ ഇങ്ങനെയായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. മുന്താണി വരുമ്പം ഈ ഒരു പാറ്റേൺ ആണ്. ഇതായിരിക്കും മുന്താണി കംപ്ലീറ്റ് വരുന്നത്.
അതേ മോട്ടീവ്സ് തന്നെയായിരിക്കും സാരിയുടെ ബോഡിയിലും വരുന്നത്. ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ബോർഡർ വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിയുടെ ബോർഡർ. ബോഡി കംപ്ലീറ്റ് ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ടാവും. പല്ലു വയ്ക്കും എല്ലാ സാരീസിലും നല്ല റിച്ച് ആയിട്ടുള്ള മുന്താണി ആയിരിക്കും വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. ഓഫ് വൈറ്റുള്ള ത്രെഡ് വർക്ക്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് എംബ്രോയിഡറി വർക്കിലുള്ള ത്രെഡ് വർക്കിലുള്ള ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ഓഫ് ക്രീമിൽ നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇതാട്ടോ മുന്താണി വരുന്നത്. എല്ലാം നല്ല നല്ല പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതായിരിക്കും മുന്താണി വരുന്നത്. ഫുൾ ഒരു 1/2 മീറ്റർ ലെങ്ത്തിലാണ്, കംപ്ലീറ്റ് ത്രെഡ് വർക്കിലാണ് സാരിയുടെ പല്ലു. ഇതും ഒരു ജാൽ ഡിസൈൻസും ഫ്ലോറൽ മോട്ടീവ്സും ആയിരിക്കും. നല്ലൊരു എംബോസ്ഡ് പാറ്റേണിലാണ് ഓഫ് വൈറ്റ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയുടെ പല്ലു. ബോഡി വരുമ്പോൾ ഇതായിരിക്കും കേട്ടോ. ബോഡിയിൽ ഒരു ഫ്ലോറൽ മോട്ടീവ്സും ബോർഡർ ഇങ്ങനെ വരും. ഡബിൾ സൈഡിൽ രണ്ട് സൈഡിലും ഇതേ പാറ്റേണിൽ തന്നെ ഷീറ്റ് സ്റ്റിച്ചിൻ്റെ ഒരു വേവി ഡിസൈനിലായിരിക്കും ബോർഡർ വരുന്നത്. ത്രെഡ് വർക്കിൽ ഫ്ലോറൽ മോട്ടീവ്സിലായിരിക്കും കംപ്ലീറ്റ് വരുന്നത്. മുന്താണിയിലാണ് ഈ ഒരു സ്റ്റൈലിലുള്ള വർക്ക് വരുന്നത്. സാരിയുടെ പല്ലു വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നുണ്ട്. പ്ലെയിൻ വന്നിട്ട് ഇതേ പാറ്റേണിൽ തന്നെയുള്ള ത്രെഡ് വർക്കിലായിരിക്കും സ്ലീവിൽ വർക്ക് വരുന്നത്. വീണ്ടും നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് അടുത്ത ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ. ഇതും ഒരു പേൾ വൈറ്റിൽ ഓഫ് വൈറ്റ് ആണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഇതിൻ്റെ പല്ലു കണ്ടോ, ഇതാണ് മുന്താണിയിൽ വരുന്ന വർക്ക് വരുന്നത്. വർക്കിൻ്റെ ക്ലോസ് ഷോട്ട് ഇങ്ങനെ വരും. ഈ ഒരു മോട്ടീവ്സ് ഫുള്ളായിട്ട് വരുന്നുണ്ട് സാരിയുടെ പല്ലു വരുമ്പോൾ. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബോർഡർ വരുന്നത് സെയിം ഇതേ മോട്ടീവ്സിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഫോമിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോർഡറിൽ വരുന്നത്. കൂടാതെ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് പാറ്റേണിലുള്ള വർക്കും വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഓഫ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. പല്ലു വരുമ്പോൾ ഇതാണ്. മുന്താണി കംപ്ലീറ്റ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഇതിലും ത്രെഡ് വർക്ക് ആട്ടോ. കുറച്ചും കൂടി വിട്ടിലായിരിക്കും ബ്ലൗസിലെ എല്ലാ സാരീസിനും. ബ്ലൗസിൽ വരുമ്പോൾ ബോഡിയിലേക്ക് കുറച്ചും കൂടി വിട്ടിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത് ബ്ലൗസിൽ. ഓഫ് വൈറ്റിൽ അടുത്ത ത്രെഡ് വർക്ക് വരുന്നത് ഇതാട്ടോ. മുന്താണിയുടെ സ്റ്റൈൽ വരുന്നത് ഇങ്ങനെയാണ്. ഇതും ഒരു കാശ്മീരി വർക്കിൻ്റെ അതേ പാറ്റേണിൽ തന്നെ ഓഫ് വൈറ്റിൽ കണ്ടോ ഈ ഒരു മോട്ടീവ്സിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത് ഫുൾ സാരിയിൽ. ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ക്ലോസർ കാണിക്കാം. ഇതായിരിക്കും ബോർഡർ വരുന്നത്. സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് ഈ ഒരു പാറ്റേണിലുള്ള ബോർഡർ വരുന്നുണ്ട്. ബ്ലൗസ് മെറ്റീരിയലിൻ്റെ സ്ലീവിലും ഇതേ വർക്ക് തന്നെ കേട്ടോ. സാരിയുടെ ബോർഡറിനേക്കാളും കുറച്ചുകൂടി വിടുതലായിരിക്കും. എല്ലാ സാരീസിനും ബ്ലൗസിൽ ത്രെഡ് വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബോഡിയിൽ കംപ്ലീറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് സ്മോൾ മോട്ടീവ്സ് വന്നിട്ട് രണ്ട് സൈഡിൽ നല്ല വേവി ഡിസൈനിൽ ഒരു ഡയമണ്ട് പാറ്റേണിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ബോർഡർ വരുമ്പോൾ മുന്താണിയിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് സാരിയുടെ പല്ലു. ഇന്നത്തെ നല്ലൊരു പേൾ വൈറ്റ് ടോണിലുള്ള സാരീസിൽ ഓഫ് വൈറ്റിലായിരുന്ന എല്ലാ സാരീസിലും എംബ്രോയിഡറി വർക്ക് വരുന്നു. ഫൈനൽ വൺ വരുന്നത് ഈ ഒരു പാറ്റേൺ ആട്ടോ ത്രെഡ് വർക്ക് വരുന്ന സാരിയിൽ. ഇതിൻ്റെ മുന്താണി വരുന്നത് നല്ല ഡിഫറെൻറ്റ് പാറ്റേണാണ്. ഒരു സർക്കുലർ മോട്ടീവ്സ് ആണ് ത്രെഡ് വർക്ക്. ഇതിന് ഓഫ് വൈറ്റിൽ ഒരു സർക്കുലർ പാറ്റേണിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു സ്മോൾ മോട്ടീവ്സും വരുന്നുണ്ട്, ബിഗർ മോട്ടീവ്സും വരുന്നുണ്ട് മുന്താണി വരുമ്പോൾ. ബോർഡർ വരുന്നത് ഇതേ പാറ്റേണിലാണ്. സാരിയുടെ ബോർഡറിൽ വർക്ക് ഇങ്ങനെയാട്ടോ വരുന്നത്. ബോഡിയിലെ മോട്ടീവ്സ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയലിനെ കൂടി ഞാൻ ഡീറ്റെയിലിംഗ് കാണിക്കും. ബ്ലൗസിൻ്റെ സ്ലീവിലും അതേ ത്രെഡ് വർക്ക് തന്നെ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് കാണും. 4 ഇഞ്ച് വിട്ടിലാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുമ്പോൾ വർക്ക് വരുന്നത്. സാരിയിൽ ഒരു 2 ഇഞ്ചിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഒരു ഡബിൾ വിട്ടിലായിരിക്കും ബ്ലൗസിൽ വർക്ക് വരുന്നത്. പല്ലു ഇതാണ് കേട്ടോ മുന്താണി വരുന്നത് ഫ്ലോറൽ മോട്ടീവ്സിൽ. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ.